ഹലോ, വെൽക്കം ടു മോക്കോ കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ബട്ടാട്ട വട എന്ന് പറയുന്ന ഒരു മുംബൈയിലെ ഒരു സ്ട്രീറ്റ് ഫുഡാണ്. സ്ട്രീറ്റ് ഫുഡ് എന്ന് സ്നാക്സാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ബട്ടാട്ട വട നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മസാല കൂട്ട് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് ആദ്യം ജാറിൽ നമുക്ക് കുറച്ച് സാധനങ്ങളിട്ട് അരച്ച് എടുക്കണം. പിന്നെ അടുത്ത പ്രോസസ്സ്, അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യം അരച്ചെടുക്കേണ്ട ഒരു കൂട്ടിന് നമുക്ക് ആവശ്യം 1 കപ്പ് മല്ലിയില എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് യൂഷ്വൽ യൂസ് ചെയ്യുന്ന 240 ml കപ്പാണ്. അതിന് മല്ലി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് 1 കപ്പ്, ഒരു 5-6 വെളുത്തുള്ളി അല്ലി, ഒരു 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഇത്രയും നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യം മസാല നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ മസാലക്കൂട്ടിൻ്റെ ബേസ്. ഇനി നമ്മളിത് ഈ മസാല ടാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുണ്ടാക്കണം. അത് നമുക്ക് എങ്ങനെയെന്ന് കാണാം. അടുത്ത ഒരു കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പാനിൽ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് കടുക് 1 ടീസ്പൂൺ, പിന്നെ കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, നമ്മൾ അരച്ച മസാല നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റോളം ഈ കൂട്ടിനെ ഒന്ന് വഴറ്റിയെടുക്കണം. 2 മിനിറ്റ് നമ്മൾ ഈ മസാല ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 പൊട്ടറ്റോ, മീഡിയം സൈസിലുള്ള 4 പൊട്ടറ്റോ നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് തട്ടി കൊടുക്കുക. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ശകലം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ആയിട്ടുണ്ട്. പിന്നെ അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും ശകലം കൊത്തമല്ലിയില ഒന്ന് തൂവി അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാനുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. സാധനം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മാറ്റി വെച്ചിട്ട് ഇനി ഇതിന് ഒരു ബാറ്റർ ചെയ്യാനുണ്ട്. ആ ബാറ്റർ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് കാണാം. വേവിച്ചെടുത്ത മസാലക്കൂട്ട് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഒരു 15 മിനിറ്റ് തണുക്കാൻ വയ്ക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ബാറ്റർ എങ്ങനെ ചെയ്യണമെന്ന് ഇനി നമുക്ക് ബാറ്റർ ചെയ്യാം. അതിലേക്ക് 2 കപ്പ് കടലമാവ്, ശകലം ഉപ്പ്, പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി ശകലം. എന്നിട്ട് ബിസ്ക് കൊണ്ട് ശകലം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബിസ്ക് കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം പോലെ ആകാത്ത രീതിയിൽ, തീരെ വെള്ളവുമില്ല തീരെ കട്ടിയും അല്ലാത്ത രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മാവ് നല്ല രീതിക്ക് നമ്മൾ കുഴച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ശകലം സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ ആണെങ്കിൽ ചേർക്കാം. ഇതിൽ നമ്മൾ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് അല്പം ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് നമുക്ക് ചെയ്യാം. ഇതൊരു 10 മിനിറ്റിലേക്ക് നമ്മൾ റെസ്റ്റിൽ വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ബട്ടാട്ട വട നമുക്ക് ചെയ്യാം.
15 മിനിറ്റ് നമ്മൾ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തണുത്ത മസാല കൂട്ടുകൊണ്ട് എങ്ങനെ ബട്ടാട്ട വട ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. മസാല കൂട്ട് ചെറിയ ഉരുളകളാക്കി നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പരിപ്പ് വട രൂപത്തിനെത്തും. ഇതുപോലെ മറ്റ് ബാക്കിയുള്ള മസാലയും ചെയ്തെടുക്കണം. തയ്യാറാക്കി വെച്ചിട്ടുള്ള ബേസ് മസാല ഓരോന്നായിട്ടെടുത്ത് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ചൂടായ എണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഫൈനൽ ബട്ടാട്ട വട റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്ത റെസിപ്പി കാണുന്നവരെ ടിൽ ദെൻ ബൈ. താങ്ക് യു.